കുറച്ച് ദിവസം മുമ്പ് അവരൊരു പുതിയ ഫോൺ കമ്പനി ലോഞ്ച് ചെയ്തായിരുന്നു. ഒരു സീരീസിൻ്റെ ഏറ്റവും പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തായിരുന്നു. ഇന്നലെ തൊട്ട് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ചാനൽസിലെല്ലാം അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് അത് ഓക്കെ നല്ല ഫോണാണെന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഫോൺ വാങ്ങാൻ പറ്റി ചിന്തിക്കുക. ഈ വീഡിയോസ് എല്ലാം സ്പോൺസേർഡ് തന്നെയാണ്. ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിന് മുമ്പാണ് പല വീഡിയോസും വരുന്നത്. ഇതെല്ലാം സ്പോൺസേർഡ് ആൻഡ് പ്രോപ്പർ സ്ക്രിപ്റ്റഡ് ബൈ സാംസങ്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ആ കമ്പനി തന്നെ ചെയ്ത് തരുന്ന സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ഇപ്പോൾ എനിക്ക് നേരെ സംസാരിക്കാൻ വരുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാവും. അവരോട് എനിക്ക് ഉത്തരങ്ങളോ ചോദ്യങ്ങളോ ഒന്നുമില്ല. കാരണം അവരോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്കിത് കേൾക്കുന്ന നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറയുന്നത് ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നത് അത് നെഗറ്റീവ് വീഡിയോ, ബാക്കി എല്ലാവരെയും കുറ്റം പറയുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമിഴ് ചാനൽ യൂട്യൂബ് ചാനലായിട്ടുള്ള ടെക്ടോസ് എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത കുറേ ക്യാമ്പയിൻസിനെ പറ്റിയുള്ള വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. അവരൊരു വർഷം എത്രയോ കോടി രൂപയാണ് ഈ പറയുന്ന പല കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് ക്യാമ്പയിന് വേണ്ടി വാങ്ങിയത്. ഞാനൊരിക്കലും പറയുന്നില്ല യൂട്യൂബേഴ്സ് എല്ലാം വൃത്തികെട്ടവർ, കാശിന് വേണ്ടി വീഡിയോ ചെയ്യുന്നവരാണെന്ന്. ബട്ട് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോസ് എപ്പോഴും ഒരു സ്പോൺസേർഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനി അടുത്ത റിവ്യൂസ് വരുമ്പോഴും അത് സ്പോൺസേർഡ് തന്നെയായിരിക്കും. നിങ്ങളൊരു കാര്യം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചിന്തിക്കുക. അതിലെന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കതിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക. 200 MB ക്യാമറ ഉണ്ട്, നിങ്ങൾക്കതിൻ്റെ ആവശ്യമുള്ളത് സത്യസന്ധമായി പറഞ്ഞ് 50 MB എടുക്കാനുള്ള ആവശ്യം വരും, ഒരു സാധാരണക്കാരന് വരില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു ഓവറോൾ നിങ്ങൾക്കതിൽ 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് കൊടുത്ത് ആ ഫോൺ വാങ്ങാൻ എനിക്കതിന് കേപ്പബിളാണ് ഞാൻ എന്ന് പറഞ്ഞു നിങ്ങളത് വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക ആ കേപ്പബിലിറ്റി. നിങ്ങൾ ആ ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾ ആ ഫോൺ വാങ്ങുന്നു, അത് കൈകരിക്കും, 1-2 ഫോട്ടോസ് വർഷത്തെടുക്കുന്നു, കുറച്ച് വീഡിയോസ് എടുക്കും, ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പൈസയുണ്ട്, വാങ്ങിക്കാം, നിങ്ങളുടെ കാശ്. ബട്ട് വാങ്ങുന്നെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് കൊണ്ടെടുത്ത തീരുമാനമായിരിക്കും. മറ്റുള്ള ഒരാളിത് കാണിച്ചത് വെച്ച് ഇത്രയൊക്കെ പറ്റും, നിങ്ങളിത് വാങ്ങിക്കുമെന്നൊരു പരസ്യം കണ്ടിട്ടാവരുത്. പണ്ടത്തെ കുറേ ഗുഡ് നൈറ്റിൻ്റെ പരസ്യത്തിനെ പറ്റിയൊക്കെ പണ്ട് കുറേ കോമഡികളുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഒരു സിൽവർ കളർ ഗുഡ് നൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു കൊച്ച് പിറ്റേന്ന് രാവിലെ പരീക്ഷ ജയിക്കാൻ കാരണം രാത്രി ഗുഡ് നൈറ്റ് വെച്ചതാണ്. അതുകൊണ്ട് കൊതുക് കടിച്ചില്ല, അവൻ്റെ ആ കൊച്ചിന് ഉറങ്ങാൻ പറ്റി, അതുകൊണ്ട് കൊച്ച് പാസ്സായി. ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇറക്കും. ഇതൊക്കെ പരസ്യമാണ്, നമുക്കറിയാം പരസ്യമാണ്. യുക്തിപരമായി ചിന്തിച്ചാൽ മതി. പല്ല് ഉപ്പുള്ള പേസ്റ്റ് ഇട്ട് പല്ല് തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല്ല് വേദനിക്കുന്ന സമയത്ത് കാജൽ അഗർവാൾ കഥ ചോട്ടിപ്പൊളിച്ച് വരുന്നു, നമുക്കറിയാതെ പരസ്യമാണ്. പക്ഷേ നമുക്കറിയാതെ പോകുന്നത് സ്പോൺസേർഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസിനെ പറ്റിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ കാജൽ അഗർവാളൊക്കെ നിങ്ങൾ പല്ല് വേദന എന്ന് പറയുമ്പോൾ കഥ ചോട്ടിപ്പൊളിച്ച് വരുന്നതെന്ന് പറയുന്നത് വിശ്വസിക്കുമെങ്കിൽ ആ യൂട്യൂബ് വീഡിയോ കാണുന്ന മലയാളത്തിലുള്ള പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് വിശ്വസിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ഫോൺ 1.5 ലക്ഷത്തിന് നിങ്ങൾ വാങ്ങേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഫോൺ വാങ്ങാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാംസങ് തന്നെ വേണം, അതും അതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ S23 അൾട്ര എടുക്കുക. ബെസ്റ്റ് ഫോണാണ്. 75,000 രൂപയ്ക്ക് 256 GB കിട്ടും. ഇല്ല എങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. ഒരു 1, 2, 3, 4, 5 മാസത്തിനകം ഈ പറയുന്ന S24 നിങ്ങൾക്ക് 75,000 രൂപയ്ക്ക് 76,000, 80,000 രൂപ വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം. ദയവ് ചെയ്തൊരു ഫോൺ ചാടി കയറി വാങ്ങാതിരിക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങിയേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും S25 വാങ്ങും, എനിക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പഴയ ഏതെങ്കിലും ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ ആവശ്യം വർക്കിംഗ് ആയിട്ടുള്ള പഴയ ഫോൺസ് ചുമ്മാ എടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എക്സ്ചേഞ്ച് ചെയ്താൽ വലിയ വിലയൊന്നും കിട്ടാത്തത് സാംസങ്ങിൻ്റെ തന്നെ ഫോണുകളുണ്ട്. നിങ്ങൾ അതിലേതെങ്കിലുമൊക്കെ ഫോൺ അവരെ നിന്ന് വാങ്ങിച്ചിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ വച്ചിരിക്കുകയാണ്, ഉപയോഗമില്ലാതെ വെച്ചിരിക്കണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ IMEI നമ്പർ വെച്ചിട്ട് എക്സ്ചേഞ്ച് ഓഫർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പല പഴയ ഫോൺസിനും ഇതുപോലത്തെ ഹയർ എൻഡ് വാങ്ങുന്ന സമയത്ത് അവർ മാക്സിമം വാല്യൂ തരും. നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ച് നിങ്ങൾക്ക് ഒരു 10,000, 20,000, 25,000 രൂപയൊക്കെ ചിലപ്പോൾ കുറച്ച് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാം.